ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറി. ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റി 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഒരു 10-20 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. 4-5 പച്ചമുളക് ചതച്ചതും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് മൂത്ത് വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. മസാലയെല്ലാം ഇറച്ചിയിൽ പിടിച്ച് വരുന്നത് വരെ. ഇപ്പം നമ്മുടെ ഇറച്ചി ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്